നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ട്. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് വിശദീകരണം നൽകി DGP. 300 പോലീസുകാരെ വിന്യസിച്ചിരുന്നുവെന്നും വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും DGP. കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. 5 പ്രതികൾ 2 ആഴ്ച റിമാൻഡിൽ. മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരെയും വീണയെയും ചോദ്യം ചെയ്യാൻ ED. പിടിച്ചെടുത്ത വീണയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. 3 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. മൗനം തുടർന്ന് മുഖ്യമന്ത്രി. CBSE പുനർമൂല്യനിർണ്ണയ തകരാറിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയുണ്ടാകും. CBSEയിൽ തിരുത്തൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി. OSMൽ പൊരുത്തക്കേടുകൾ ഉണ്ടായെന്നും വീണ്ടും OSM നടപ്പാക്കുന്നതിൽ ചർച്ച നടത്തുമെന്നും കേന്ദ്രമന്ത്രി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ വീഴ്ചയിൽ നാളെ ഭരണസമിതിയുടെ അടിയന്തര യോഗം. തീരുമാനം ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാനില്ലെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGP നൽകിയ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറും. താരസംഘടനയിലെ ചേരിപ്പോരിൽ 4 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ അമ്മ സംഘടന. നോട്ടീസ് അൻസിബ ഹസനും ടിനി ടോമിനും കുക്കു പരമേശ്വരനും ലക്ഷ്മി പ്രിയയ്ക്കും ജൂൺ 1-നും 3-നും ഇടയിൽ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് നിർദ്ദേശം. കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. DK ശിവകുമാറിനൊപ്പം ലോക്ഭവനിലെത്തി രാജി സമർപ്പിച്ചു. തീരുമാനം ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതിനാലെന്ന് സിദ്ധരാമയ്യ ഡൽഹിയിലേക്ക്. മകനെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്നതുൾപ്പെടെയുള്ള ഉപാധികൾ ഹൈക്കമാൻഡ് അംഗീകരിച്ചതായി റിപ്പോർട്ട്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും. മാസപ്പടി കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL ഉദ്യോഗസ്ഥരെ അടക്കം ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ഇന്നലത്തെ റെയ്ഡിനെ തുടർന്ന് 18,36,00,000 242 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അതിൽ 3 എണ്ണം പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റേതാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിനെ തുടർന്ന് 18,36,00,000 242 ബാങ്ക് അക്കൗണ്ടുകളാണ് ED മരവിപ്പിച്ചത്. ഇതിൽ 3 എണ്ണം പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റേതാണ്. റെയ്ഡിനിടെ വീണയുടെ മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. ഫോൺ പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉടൻ തന്നെ PMLA കോടതിയിൽ ഹാജരാക്കും. ഇവ വളരെ വേഗം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് EDയുടെ നീക്കം. അതിനുശേഷമായിരിക്കും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. നൽകാത്ത സേവനങ്ങൾക്കായി എക്സാലോജിക്കിൽ നിന്ന് ലഭിച്ചതായി പറയുന്ന തുക ഏതു തരത്തിലാണ് വിനിയോഗിച്ചതെന്ന് ED പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. അതേസമയം ED നടപടിക്കെതിരെ ഇന്നും പലയിടങ്ങളിലും CPM പ്രതിഷേധം നടന്നു. എറണാകുളം കാക്കനാട് നടന്ന പ്രതിഷേധ പരിപാടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന ED ഉദ്യോഗസ്ഥർക്കെതിരായ പ്രതിഷേധം 101% സമാധാനപരമായിരുന്നുവെന്ന് M സ്വരാജ് പറഞ്ഞു. ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. 101% സമാധാനപരമായി ജനാധിപത്യപരമായി പ്രതിഷേധം പ്രകടിപ്പിച്ചു. വാഹനത്തിന്റെ ചില്ല് പൊട്ടിയതിൽ നിന്നത് CPIM നേതാക്കൾ സമയോചിതമായി ഇടപെട്ട് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. വരും ദിവസങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാനാണ് CPM തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റിൽ. ഇന്ന് 3 പേരെ കൂടി പിടിച്ചതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. ആക്രമം ആസൂത്രിതമെന്നാണ് EDയുടെ പരാതി. സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യാൻ DGPയെ ആഭ്യന്തരമന്ത്രി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. അക്രമസംഭവവുമായി ബന്ധപ്പെട്ട 12 പേരെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിൽ നിന്നായി 8 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇനി 5 പേരെ കൂടി പിടികൂടാനുണ്ട്. CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു, ആറ്റുകാൽ ഉണ്ണി എന്നിവർ ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം ഇന്നലെയുണ്ടായ അക്രമസംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയെ വിളിച്ചുവരുത്തി റിപ്പോർട്ട് തേടി. ഇന്റലിജൻസ് മേധാവി P വിജയൻ, ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് ഹേമചന്ദ്രൻ എന്നിവരും ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. സെൻട്രൽ ഇന്റലിജൻസും ധനകാര്യ വകുപ്പും റിപ്പോർട്ട് നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും വിളിച്ചുവരുത്തിയത്.
കർശന നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് കർശനമായിട്ട് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പ്രകാരം മുന്നോട്ട് പോകുന്നതാണ്. ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ്. കേന്ദ്ര ഫലമായിട്ട് ഞങ്ങൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആൾക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകിയതിലെ വിരോധം മൂലം മാരകായുധങ്ങൾ കൊണ്ട് പരിക്കേൽപ്പിച്ചു, കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് രണ്ടാമത്തെ FIR-ൽ ഉള്ളത്. വധശ്രമം, ഗുരുതര ലഹളയുണ്ടാക്കൽ, 2 സംഘങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കൽ, അനധികൃതമായി സംഘം ചേരൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയവയുൾപ്പെടെ 12ഓളം വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വീണ്ടും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. പാണക്കാട് തങ്ങളുടെ വീട്ടിലെത്തിയ ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. ഡോക്ടർ MK മുനീറിനെ സന്ദർശിച്ച ശേഷം ഗസ്റ്റ് ഹൌസിലെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിരുന്ന മുഹമ്മദ് എന്ന മാമിയുടെ തിരോധാനത്തിൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് മാമിയുടെ കുടുംബവും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അക്രമം ഗൗരവമുള്ളതെന്നും കേസന്വേഷണം തടസ്സപ്പെടുത്താൻ നീക്കങ്ങളുണ്ടായതായും V. മുരളീധരൻ MLA. ഹൈക്കോടതി അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇന്നലെ പരിശോധന നടത്തിയത്. ഇത്തരം കേസുകളൊന്നും ഭയപ്പെടുത്തില്ല എന്നായിരുന്നു പിണറായി വിജയൻ നേരത്തെ നിയമസഭയിൽ പറഞ്ഞത്. പരിഭ്രാന്തിയില്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ ഇറക്കിവിട്ട് അക്രമം അഴിച്ചുവിട്ടത് എന്തിനെന്നും V. മുരളീധരൻ ഡൽഹിയിൽ ചോദിച്ചു. MLA ആയ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ V. മുരളീധരന് കേരള ഹൗസിൽ BJP പ്രവർത്തകർ സ്വീകരണം നൽകി. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം ഒരു കേസ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളൊരു കേസ്, ആ കേസിൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ വീണ വിജയന്റെ ഭാഗത്തു നിന്നും അന്നത്തെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല ശ്രമങ്ങളുണ്ടായി. KSIDC അടക്കം ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ശ്രമങ്ങൾ നടത്തി. മിനിയാന്ന് ഈ അന്വേഷണത്തിനെതിരായിട്ട് കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന തടസ്സവാദങ്ങൾ ഹൈക്കോടതി തള്ളിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള അനുവാദം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 10-12 സ്ഥലങ്ങളിൽ അവര് ഒരു തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് പോയത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ പിണറായി വിജയൻ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ഇതുപോലത്തെ കേസുകളൊന്നും ആരെയും പരിഭ്രാന്തരാക്കില്ല. കാരണം മടിയിൽ കനമുള്ളവന് മാത്രമേ വടിയിൽ ഭയക്കേണ്ടതുള്ളൂ. പിണറായി വിജയന് പരിഭ്രാന്തി ഇല്ലെങ്കിൽ ഇന്നലെ പാർട്ടി പ്രവർത്തകരെ ഇറക്കിവിട്ട് പ്രകോപിതരായി നിന്ന പ്രവർത്തകർക്കിടയിലേക്ക് പെട്ടെന്ന് ED ഉദ്യോഗസ്ഥർ ഇറങ്ങി വന്നതാണ് ആക്രമണത്തിന് കാരണമെന്ന് V. ശിവൻകുട്ടി. അന്തരീക്ഷം ശാന്തമായ ശേഷം ഉദ്യോഗസ്ഥർ പുറത്തുവരികയായിരുന്നു വേണ്ടിയിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്താൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. പോലീസ് പാർട്ടി ഓഫീസിൽ റെയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു. സാധാരണയായി പാർട്ടി ഓഫീസുകൾ പോലീസ് റെയ്ഡ് ചെയ്യാറില്ല. പാർട്ടി പ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ നിയമപരമായി നേരിടുമെന്നും V. ശിവൻകുട്ടി കോട്ടയത്ത് പറഞ്ഞു. ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ നേതൃത്വത്തിൽ തന്നെ പ്രകടനം അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിനോടത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്ദേശമില്ലായിരുന്നു. അവരെ അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് നോക്കിക്കൊണ്ട് അവരെ ED ഉദ്യോഗസ്ഥന്മാരെ പുറത്തിറക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത് പോലീസാണ്. അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുശേഷം പാർട്ടി ഓഫീസിൽ പോലീസ് പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് പോലീസ് റെയ്ഡ് ചെയ്യാറില്ല. അത് സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശം പ്രകാരമാണ് പോലീസ് പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയത്. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയാം, പാർട്ടി ഓഫീസ് കയറി റെയ്ഡ് ചെയ്തും നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയും CPM-നെ തകർക്കാൻ വേണ്ടി നോക്കിയാൽ അത് ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം. തിരുവനന്തപുരത്തെ ED ആക്രമത്തെ ന്യായീകരിച്ച് EP ജയരാജൻ. ബോധപൂർവം പ്രശ്നമുണ്ടാക്കാനാണ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്. ഏത് ഗാന്ധിയന്മാരായാലും പ്രതികരിച്ചു പോകും. CPM-നെ തകർക്കാൻ ഗൂഢശ്രമമെന്നും EP ജയരാജൻ പ്രതികരിച്ചു.
അത് സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരിക്കണം. ഇങ്ങനെ ആരെയും അറിയിക്കാതെ ഒരു ഭീകരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഈ റെയ്ഡിലൂടെ ചെയ്തത്. സംസ്ഥാനത്തിന്റെ അധികാരത്തിന്റെ മേലെ കടന്നുകയറ്റമാണ്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ മേലെയുള്ള കടന്നുകയറ്റമാണ്. ശ്രീ രമേശ് ചെന്നിത്തല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇത്തരമൊരു തെറ്റായ നിലപാട് കേന്ദ്രസേനയും ഇഡിയും സ്വീകരിച്ചാൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെയും കേന്ദ്രത്തെയും അറിയിക്കേണ്ടതാണ്. മോദിയെ പിണറായിക്ക് ഭയമെന്ന് റവന്യൂ മന്ത്രി അനിൽകുമാർ. ഇത്രയും നേരമായി മോദി എന്നൊരൊറ്റ അക്ഷരം പോലും പിണറായി വിജയൻ പറഞ്ഞില്ല. 10 വർഷമായി പിണറായി വിജയന് മോദിയെ പേടിയാണ്. ആ ഭയം ഇപ്പോഴും തുടരുന്നു. ഇഡിക്കെതിരെ ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയത് രാഹുൽ ഗാന്ധിയാണെന്നും AP അനിൽകുമാർ പറഞ്ഞു. IAS തലപ്പത്തെ അഴിച്ചുപണിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷവും ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്ക് പോലും, ആ പേര് പോലും സഭയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത്രയും വലിയ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം നടക്കുമ്പോൾ പോലും അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഒരു വിമർശനം നടത്താൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ആ രീതിയിൽ അത് മാറും. ഇത്രയും ഇന്നലെ വലിയ രീതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളും നടക്കുമ്പോഴും അദ്ദേഹം വൈകുന്നേരം പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏജൻസി ഇങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ അതിനെതിരെ പറയാതെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 10 വർഷമായി അദ്ദേഹം ആരെയൊക്കെ ഭയപ്പെടുന്നു. ആ ഭയപ്പാട് അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. CMRL കർത്തയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്നലെ നടത്തിയ അക്രമ സംഭവങ്ങളെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ മകളുടെ ബാങ്ക് അക്കൗണ്ടിലെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസിയെ ആക്രമിച്ച് കേസ് ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും MP ഗോവിന്ദൻ അടക്കമുള്ള CPM നേതാക്കൾക്കെതിരെ കോൺഗ്രസ് സർക്കാർ കേസെടുക്കുന്നില്ലെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നു. ഇത് CMRL കർത്തയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത് കൊണ്ടാണെന്നും K. സുരേന്ദ്രൻ പറയുന്നു. CMRL കമ്പനിയിൽ നിന്നും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അതിനേക്കാൾ വലിയ വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബഹളം വെച്ച് DYFIക്കാരെ തെരുവിലിറക്കി പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത് ഒരു കലാപം സൃഷ്ടിച്ച് ഈ കേസ് അവസാനിപ്പിക്കാമെന്ന് ആരും കരുതുന്നത് ശരിയല്ല. ഇന്നലെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് കേരള പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കേരള പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങളെ അറിയിക്കാതെ വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതാണ്. ഇതങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. വീണ വിജയൻ താമസിക്കുന്നത് കൊണ്ട് പിണറായി വിജയൻ്റെ വീട്ടിലും മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും 12 സ്ഥലങ്ങളിലും ED പരിശോധന നടത്തുന്നു എന്നുള്ള കാര്യം പോലീസ് അറിഞ്ഞിട്ടും 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കുന്നതിന് മുൻഗണന നൽകുന്നുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വിമർശിച്ചു. പുനർമൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം ഉന്നതതല യോഗം ചേർന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിയും CBSE ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പുനർമൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക് ഭവനിലെത്തിയാണ് രാജി സമർപ്പിച്ചത്. ഗവർണർ സ്ഥലത്തില്ലാത്തതിനാൽ ഓഫീസിൽ രാജിക്കത്തേൽപ്പിച്ചു. DK ശിവകുമാറിനൊപ്പമാണ് അദ്ദേഹം ലോക് ഭവനിലെത്തിയത്. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതിനാലാണ് രാജിയെന്ന് സിദ്ധരാമയ്യ പ്രതികരിച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രിയായി ഉടൻ ചുമതലയേൽക്കും. സിദ്ധരാമയ്യ ബംഗളൂരുവിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സമവായത്തിനായി സിദ്ധരാമയ്യയുടെ നിരവധി ഉപാധികൾ ഹൈക്കമാൻഡ് സ്വീകരിച്ചതായാണ് റിപ്പോർട്ട്. അതേസമയം രാജ്യസഭയിലേക്കില്ലെന്ന് സിദ്ധരാമയ്യ അറിയിച്ചു. ഇരുപത് വർഷക്കാലത്തെ ജയിൽവാസത്തിന് ശേഷം അബ്ദുൾ റഹീം മോചിതനായി നാട്ടിലെത്തി. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ റഹീം ഉമ്മയെ നേരിട്ട് കണ്ട നിമിഷം വൈകാരികമായിരുന്നു. ഇന്നാണ് ശരിക്കും തനിക്ക് പെരുന്നാളെന്ന് ഉമ്മ പ്രതികരിച്ചു. സന്തോഷമല്ലമ്മ? അൽഹംദുലില്ലാ എൻ്റെ കുട്ടി ഞാൻ ഒത്തൊരുമിച്ച്
രണ്ട് പെരുന്നാൾ, അള്ളാഹിൻ്റെ പെരുന്നാളും എൻ്റെ പെരുന്നാളും. ഇനി ഹാപ്പി ആയിട്ടിരിക്കുമോ? അള്ളാഹുവിന് സ്തുതി. ബലിപെരുന്നാൾ ദിവസം റഹീം എത്തിയപ്പോൾ ഇതല്ലാതെ മറ്റൊന്നും ആ ഉമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നില്ല. 20 കൊല്ലത്തെ കാത്തിരിപ്പിനാണ് അവസാനമായത്. എത്ര തവണ പറഞ്ഞാലും തീരാത്ത എല്ലാവരോടുമുള്ള നന്ദി അബ്ദുൾ റഹീം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. പ്രതീക്ഷ വളരെ കുറവായിരുന്നു. ഇങ്ങനെ തിരിച്ചു വരാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കണം. പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും പറഞ്ഞാലും മതിയാവില്ല. സൗദി സമയം ബുധനാഴ്ച രാത്രി 11:55 റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇന്ന് രാവിലെയാണ് വിമാനത്താവളത്തിലെത്തിയത്. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ എയർപോർട്ടിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. റഹീമിന്റെ മോചനത്തിനായി 20 വർഷക്കാലമായി പോരാടുന്ന എംബസി വെൽഫെയർ ഓഫീസർ യൂസഫ് കെ കാക്കഞ്ചേരി ഉൾപ്പെടെയുള്ളവർക്ക് ഇത് മറക്കാനാവാത്ത നിമിഷങ്ങളായി. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം 100% സന്തോഷമുള്ള ദിവസമാണ്. അത് അബ്ദുറഹീമിന്റെ ഉമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനമാണെന്ന് ഞങ്ങൾ നിറവേറ്റിയിരിക്കുന്നത്. റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂരിനൊപ്പമാണ് റഹീം എത്തിയത്. നിയമത്തിന്റെ മുമ്പിൽ അബ്ദുറഹീം കുറ്റക്കാരനായിരുന്നെങ്കിലും നിയമത്തിന്റെ ആ ഒരു നിയമം അനുവദിക്കുന്ന ഇളവ് വെച്ചുകൊണ്ട് തന്നെയാണ് ദിയാധനം നൽകിക്കൊണ്ട് അബ്ദുറഹീമിനെ മോചിപ്പിക്കുന്നത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 35 കോടി രൂപ ദയാധനമായി നൽകിയാണ് റഹീം മോചിതനായത്. സൗദി അറേബ്യയുടെ കാരുണ്യത്തിന്റെയും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒത്തൊരുമയുടെയും വിളംബരമായി മാറുകയായിരുന്നു ബലിപെരുന്നാൾ ദിനത്തിലെ റഹീമിന്റെ വീട്ടിലേക്കുള്ള ഈ വരവ്. ക്യാമറാമാൻമാരായ KP ഷൈജു, A അനുരാഗ്, റിപ്പോർട്ടർ അനഘ എന്നിവർക്കൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. സൗദി അറേബ്യയിലെ 2 പതിറ്റാണ്ടിന്റെ നീണ്ട ജയിൽവാസവും നിയമക്കുരുക്കുകളും പൂർത്തിയാക്കി ജന്മനാട്ടിന്റെ തണലിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് റഹീം. 2006 നവംബർ 28-നാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി റഹീം ഗൾഫിലേക്ക് വണ്ടി കയറുന്നത്. കൃത്യം 20 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു മെയ് 28-ന് റഹീം സ്വന്തം മണ്ണിലേക്ക് തിരികെ എത്തുമ്പോൾ അതൊരു കുടുംബത്തിന്റെ മാത്രമല്ല, മലയാളി സമൂഹത്തിന്റെ തന്നെ കണ്ണീരും പ്രാർത്ഥനയും സഫലമാകുന്ന നിമിഷം കൂടിയായിരുന്നു. കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശിയായ അബ്ദുൾ റഹീം 2006-ലാണ് സൗദി അറേബ്യയിൽ ഡ്രൈവർ വിസയിൽ എത്തുന്നത്. സ്പോൺസറുടെ ശാരീരിക വൈകല്യമുള്ള അനസ് എന്ന 15 വയസ്സുകാരനായ മകനെ പരിചരിക്കലായിരുന്നു റഹീമിന്റെ പ്രധാന ജോലി. 2006 ഡിസംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. റഹീം ഓടിച്ച കാറിലിരുന്ന് കുട്ടി ഭക്ഷണം ചോദിച്ച് ശാഠ്യം പിടിക്കുകയും റഹീമിന് നേരെ തുപ്പുകയും ചെയ്തു. കുട്ടിയെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ ട്യൂബിൽ റഹീമിന്റെ കൈ അബദ്ധത്തിൽ തട്ടുകയും അത് ഊരിപ്പോവുകയും ചെയ്തു. മിനിറ്റുകൾക്കകം കുട്ടി ശ്വാസം മുട്ടി മരിച്ചു. തുടർന്ന് റഹീമിനെതിരെ കൊലക്കുറ്റം ചുമത്തി സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു. സൗദി കോടതി റഹീമിന് വധശിക്ഷ വിധിച്ചു. അപ്പീൽ കോടതികളും സുപ്രീം കോടതിയും ഈ ശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തു. ഇതിനിടെ റഹീമിന്റെ മോചനത്തിനായി റിയാദിലും നാട്ടിലും വലിയ ജനകീയ കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെട്ടു. റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തൂവൂരും മറ്റ് സാമൂഹിക പ്രവർത്തകരും റഹീം സഹായ സമിതിയും വർഷങ്ങളോളം കുട്ടിയുടെ കുടുംബവുമായി ചർച്ചകൾ നടത്തി. ഒടുവിൽ കുട്ടിയുടെ കുടുംബം വധശിക്ഷ ഒഴിവാക്കാൻ 34 ദശലക്ഷം സൗദി റിയാൽ, അതായത് ഏകദേശം 34 കോടി ഇന്ത്യൻ രൂപ ദയാധനം ആവശ്യപ്പെട്ടു. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ തുക കണ്ടെത്തുക എന്നത് അസാധ്യമായി തോന്നിപ്പിച്ച ഒന്നായിരുന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർത്തപ്പോൾ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ടു. ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രമുഖരും പ്രവാസി സംഘടനകളും പൊതുജനങ്ങളും ഒത്തുപിടിച്ചപ്പോൾ വെറും ദിവസങ്ങൾ കൊണ്ട് 34 കോടിയിലധികം രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിക്കാനായി. ഇത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമായി മാറുകയായിരുന്നു. തുക കോടതി മുഖേന കുട്ടിയുടെ കുടുംബത്തിന് കൈമാറിയതോടെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടു. തുടർന്ന് നിയമപരമായ മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കി 20 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം അബ്ദുൾ റഹീം പൂർണ്ണമോചിതനായി. സൗദി ജയിൽ അധികൃതർ നേരിട്ടെത്തിയാണ് റഹീമിനെ റിയാദ് എയർപോർട്ടിൽ എത്തിച്ച് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയത്. തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂരിനും കുടുംബത്തോടുമൊപ്പം റഹീം കരിപ്പൂർ വിമാനത്താവളത്തിൽ തിരിച്ചെത്തി. ഒരു ബലിപെരുന്നാൾ ദിനത്തിൽ തന്നെ ഉമ്മയുടെ അരികിലേക്ക് റഹീം മടങ്ങിയെത്തുന്നത് ലോക മലയാളികൾക്കൊന്നടങ്കം വലിയ ഹൃദയനിർവൃതി നൽകുന്ന നിമിഷമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. താരസംഘടന അമ്മയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി തുടങ്ങിയ നേതൃത്വം. ടിനി ടോം ഉൾപ്പെടെയുള്ളവർക്കെതിരായ പരാതിയിൽ നടി അൻസിബയ്ക്ക് പറയാനുള്ളത് കേൾക്കാൻ സംഘടന തീരുമാനിച്ചു. അൻസിബയ്ക്ക് പുറമെ ടിനി ടോം ഉൾപ്പെടെയുള്ളവരും നേരിട്ട് ഹാജരാകണം. അതേസമയം അമ്മയുടെ നിലവിലെ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകില്ലെന്നും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിനായി സമിതി രൂപീകരിക്കണമെന്നും അൻസിബ ആവശ്യപ്പെട്ടു. താരങ്ങൾക്കിടയിലെ തർക്കവും ആരോപണവും പൊതുമധ്യത്തിലേക്ക് എത്തിയതോടെയാണ് സംഘടനയുടെ പ്രധാന ഭാരവാഹികൾ ഇടപെട്ട സമവായ നീക്കം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായാണ് അൻസിബ ഉൾപ്പെടെയുള്ള പരാതിക്കാരെയും ആരോപണ വിധേയരായവരെയും കേൾക്കാൻ താരസംഘടന അമ്മ തീരുമാനിച്ചത്.
ജൂൺ 1-ാം തീയതിയോ 7-ാം തീയതിക്ക് ശേഷമോ ഹാജരാകണമെന്നാവശ്യപ്പെട്ട അൻസിബയ്ക്ക് സംഘടന നോട്ടീസ് അയച്ചു. മറ്റ് ആരോപണ വിധേയർക്കും പരാതിക്കാർക്കും സമാനമായ രീതിയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ടിനി ടോം, കുക്കു പരമേശ്വരൻ, ലക്ഷ്മിപ്രിയ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. എല്ലാവരും സംഘടനയുടെ ഓഫീസിൽ നേരിട്ടെത്താനാണ് നിർദ്ദേശം. തെളിവുണ്ടെങ്കിൽ അതും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഹാജരാക്കണം. അതേസമയം അമ്മയുടെ നിലവിലെ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് അൻസിബ പ്രതികരിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അൻസിബ സംഘടനയ്ക്ക് മെയിൽ വഴി മറുപടി നൽകി. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണമെന്നാണ് താരം പറയുന്നത്. പരാതി കേൾക്കാൻ പുതിയ സമിതിയെ രൂപീകരിക്കണമെന്ന് അമ്മ ഭാരവാഹികൾക്ക് അൻസിബ മറുപടി നൽകിയിട്ടുണ്ട്. രമേഷ് പിഷാരടി MLA, ധ്യാൻ ശ്രീനിവാസൻ, മാല പാർവതി തുടങ്ങിയവരെയോ മറ്റ് നിഷ്പക്ഷരായ നിലപാടുള്ളവരെയോ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്ന് അൻസിബ ആവശ്യപ്പെടുന്നു. നിലവിൽ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും അൻസിബ പരാതി നൽകിയിട്ടുണ്ട്. നടി ലക്ഷ്മിപ്രിയയുടെ വ്യാജ പരാതിയിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി SI രേഷ്മ മോശമായി പെരുമാറിയെന്നാണ് അൻസിബയുടെ പരാതി. ഇക്കാര്യങ്ങളും താരസംഘടനയെ അൻസിബ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടണമെന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം താരങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൂൺ ആദ്യവാരം ചേരുന്ന ജനറൽ ബോഡി യോഗം നിർണായകമാണ്. അമൃത ന്യൂസ്, കൊച്ചി. കാസർഗോഡ് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം നടത്തുന്നത് രാഷ്ട്രീയ വിവാദത്തിലേക്ക്. ജില്ലാതല പ്രവേശനോത്സവം നടത്താൻ നേരത്തെ നിശ്ചയിച്ച് വിദ്യാലയം മാറ്റണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇതിനെതിരെ CPM നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി നിലപാട് അറിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ താൽപര്യപ്രകാരം UDF കേന്ദ്രത്തിലുള്ള വിദ്യാലയത്തിൽ ജില്ലാതല പ്രവേശനോത്സവം നടത്തുവാനാണ് പുതിയ നിർദ്ദേശം വന്നത്. തിരുവനന്തപുരത്തെ വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കായ ഹാപ്പി ലാൻഡിൽ അപകടം. 9 പേർക്ക് പരിക്ക്. റൈഡിന്റെ വെൽഡിംഗ് പൊട്ടി വീണാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക നിഗമനം. നാഗർകോവിലിൽ നിന്നുള്ള വിനോദയാത്രാ സംഘത്തിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപകട സമയത്ത് 15 പേരാണ് റൈഡിൽ ഉണ്ടായിരുന്നത്. ദേവിക ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എനിക്ക് പിന്നിലുള്ള ഈ യന്ത്ര ഊഞ്ഞാലാണ് അല്പസമയം മുൻപ് തകർന്ന് വീണ വലിയ അപകടമുണ്ടായത്. 15 പേരാണ് ഈ ഒരു അപകട സമയത്ത് ഈ ഒരു റൈഡിലുണ്ടായിരുന്നത്. അതിൽ 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് കാലിന് പൊട്ടലുണ്ടായിരുന്ന വിവരമാണ് പുറത്തു വരുന്നത്. 9 പേരും നാഗർകോവിൽ സ്വദേശികളാണ്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യ നില സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അപകടത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തഹസിൽദാർ ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടറിന് കൈമാറും. വേനലവധിയാണ്. നമുക്കറിയാം, ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലേക്ക് ഇവരുടെ ഒരു വേനലവധി ആസ്വദിക്കാൻ വേണ്ടി എത്തുന്ന സമയമാണ്. ആ സമയത്ത് കൂടി ഇത്രയും ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ ഒരു റൈഡ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് പല ഭാഗങ്ങളും തുരുമ്പെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസ്മെൻറ്റ് പൂർണ്ണമായും മറിഞ്ഞ് വീഴുകയായിരുന്നു. ഈ ഒരു റൈഡിൻ്റെ 3 വശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാറക്കെട്ടുകളാണ്. ഒരുപക്ഷേ ഈ ഒരു റൈഡ് മറ്റൊരു വശത്തേക്കാണ് മറിഞ്ഞ് വീണതെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. ഈ ഒരു മഴക്കാലത്ത് കൂടി ഇത്തരത്തിലുള്ള റൈഡുകൾക്ക് വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്നില്ല എന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ അപകടം പറ്റിയവരെയെല്ലാം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില നിലവിൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലല്ല എങ്കിൽ കൂടി വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ ഇനി ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ലൈസൻസ് പുതുക്കി നൽകില്ല എന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ദേവിക ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഹാപ്പി ലാൻഡ് അപകടത്തിൽ സ്ഥാപനത്തിന് ലൈസൻസ് റദ്ദാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകിയതായി ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ്. 2ാം തവണയാണ് ഇവിടെ അപകടമുണ്ടാകുന്നത്. മുമ്പുണ്ടായ അപകടത്തിൽ ഒരു കുട്ടി മരിച്ചിരുന്നു. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നതെന്നും മറ്റ് പാർക്കുകളിലും പരിശോധന നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അപകടത്തെ സംബന്ധിച്ച് ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം കൊടുത്തു. ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതേ ഹാപ്പി ലാൻഡിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അപകടമുണ്ടായ ഒരു കുട്ടി മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്നിട്ടും യാതൊരു സുരക്ഷയും പാലിക്കാതെയാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോയതെന്നാണ്. അതുകൊണ്ടാണ് വീണ്ടും അപകടമുണ്ടായത്. ഈ സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ പഞ്ചായത്ത് നൽകിയിരിക്കുന്ന അനുമതി അത് പുനഃപരിശോധിക്കണം. വേണ്ട സുരക്ഷാ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇനി അത് തുറന്ന് പ്രവർത്തിക്കാൻ അനുവാദം നൽകാവൂ എന്നുള്ളൊരു തീരുമാനമാണ് ഗവൺമെൻറ്റിനുള്ളത്. അപ്പോൾ ലോക്കൽ ബോഡി അത് പരിശോധന നടത്തി അവർക്കിപ്പോൾ നൽകിയിരിക്കുന്ന അനുവാദത്തെ സംബന്ധിച്ച് അനുവാദം റദ്ദാക്കേണ്ടതാണ്. ആ നിർദ്ദേശം ജില്ലാ ഭരണകൂടം വഴി അത് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങളിലും ഒരു സുരക്ഷാ പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
പ്രവർത്തിക്കാനുള്ള അനുമതി പൂർണ്ണമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കാൻ കാരണം രണ്ടാമത്തെ സംഭവമാണ്. പഞ്ചായത്ത് നൽകിയിരിക്കുന്ന നമ്മളെ റദ്ദാക്കാൻ കഴിയില്ല, പഞ്ചായത്ത് ലൈസൻസാണ്. ലോക്കൽ ബോഡിയോട് അവർക്ക് നൽകിയിരിക്കുന്ന അനുവാദം റദ്ദാക്കാനും വേണ്ട പരിശോധന നടത്തിയിട്ട് മാത്രം അനുവാദം നൽകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ കാസർഗോഡ് കാറടുക്ക ഗ്രാമപഞ്ചായത്തിലെ ജയനഗർ പ്രദേശവാസികൾ പുലിഭീതിയിൽ. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പുലിയെ പിടികൂടാനായി വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പ്രദേശത്ത് നിന്ന് 5 വളർത്തുപട്ടികളെ പുലി കൊണ്ടുപോയിരുന്നു. കാറടുക്ക ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് ജയനഗറിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി പുലിഭീതിയിൽ കഴിയുകയാണ് നാട്ടുകാർ. പ്രദേശത്തെ 5ഓളം വളർത്തുപട്ടികളെ ഇതിനിടയിൽ പുലി വീടുകളിലെത്തി കടിച്ചുകൊണ്ടുപോവുകയുണ്ടായി. പ്രദേശവാസിയായ വത്സല വിറക് ശേഖരിക്കാനായി പോയപ്പോൾ പുലിയെ കണ്ടത് മുതൽ ഭയപ്പാടിലാണ്. രാവിലെ ഞാൻ വിറകിന് എറിഞ്ഞിട്ട് പോയത് 9:20 കഴിഞ്ഞ സമയത്ത് കൊത്തിയിട്ട് പൊറി കൊണ്ടുപോകുമ്പോൾ അപ്പോൾ നടന്നിട്ട് പോകുമ്പോൾ താഴെ റബ്ബറിൻ്റെ സ്ഥലമുണ്ട്. അതിലേ കൂടിയിട്ട് ഇത് നടന്നിട്ട് പോകുന്നു. ഞാൻ ഇങ്ങനെ മീത്തിലെ തട്ടിലുണ്ടായി ഇത് താഴെ കൂടിയിട്ട് നടന്നുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അവനെ ഞാൻ കുറച്ച് സമയം നോക്കിയില്ലു, പിന്നെ അത് അങ്ങോട്ട് പോകുന്നൊക്കെ നോക്കിയില്ല. അതിന് ഞാൻ പേടിച്ചിട്ട് മീത്തിലോട്ട് തന്നെ മടങ്ങിയിട്ട് ഓടിയായിരുന്നു തന്നെ. രാത്രികാലത്തും പകൽ സമയങ്ങളിലും പുലി വരാൻ തുടങ്ങിയതോടെ നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് പ്രദേശത്ത് പരിശോധനകൾ നടത്തിയെങ്കിലും പുലിയുടെ താവളം കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ അതേ ദിവസം രാത്രി 2 നായ്ക്കളെ പുലി കൊണ്ടുപോയി. പട്ടി നഷ്ടപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പുലിയാണെന്ന് അറിയുന്നത് തന്നെ. ഇത് ഈ പട്ടീനെ പിടിക്കാൻ ഇവിടെ നാട്ടിലിറങ്ങി പട്ടീനെ പിടിക്കാൻ ട്രെയിൻ ചെയ്ത് ഒരു പുലിയായിരുന്നു. അതിനെവിടെയോ പിടിച്ചോണ്ടെന്ന് ഫോറസ്റ്റുകാർ ഇവിടെ വിട്ടതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനിയിപ്പം ഞങ്ങൾക്ക് ഇവിടെ ഈ കൂടിനകത്ത് കയറുന്നൊന്നും വിശ്വാസമില്ല. പല സ്ഥലങ്ങളിലായി നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയുണ്ടായി. നിലവിൽ പുലിയെ പിടികൂടാനായി വനംവകുപ്പ് കൂടുവെച്ച സ്ഥലത്തിന് സമീപം 2 തവണ പുലി എത്തിയതായി നാട്ടുകാർ പറഞ്ഞു. ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. സ്കൂൾ തുറക്കാനായതോടെ കുട്ടികളെ വിദ്യാലയങ്ങളിൽ വിടുന്നതിലടക്കം ആശങ്ക ഉയരുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. കൊല്ലം പത്തനാപുരം പൂങ്കുളഞ്ഞിയിൽ വീടിന് മുന്നിൽ കിടന്ന വളർത്തുനായയെ പുലി പിടിക്കാൻ ശ്രമിച്ചു. പൂങ്കുളഞ്ഞി തടത്തിൽ വീട്ടിൽ മറിയാമ്മയുടെ വളർത്തുനായയെയാണ് പുലി പിടികൂടാൻ ശ്രമിച്ചത്. പൂങ്കുളഞ്ഞി ഗവൺമെന്റ് സ്കൂളിന് സമീപത്തെ വീട്ടിലാണ് പുലി എത്തിയത്. സമീപത്ത് വനമേഖലയാണ്. നായ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. സംസ്ഥാനത്ത് രാവിലെ പെയ്ത കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും ഈദ്ഗാഹുകൾ ഒഴിവാക്കി പള്ളികളിലാണ് പെരുന്നാൾ നമസ്കാരം നടന്നത്. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും സമാനതകളില്ലാത്ത ത്യാഗസ്മരണകളുമായി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷത്തിലാണ്. രാവിലെ പലയിടങ്ങളിലും പെയ്ത കനത്ത മഴ ഈദ്ഗാഹുകളുടെ ഒരുക്കങ്ങളെ ബാധിച്ചെങ്കിലും വിശ്വാസികളുടെ ആവേശത്തിന് അത് തെല്ലും മങ്ങലേൽപ്പിച്ചില്ല. തുറസായ സ്ഥലങ്ങളിലെ ഈദ്ഗാഹുകൾ ഒഴിവാക്കി തൊട്ടടുത്ത പള്ളികളിലേക്ക് നമസ്കാരം മാറ്റുകയായിരുന്നു. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ നിറഞ്ഞു കവിഞ്ഞ പള്ളികളിലാണ് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിന് പങ്കുചേർന്നത്. നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശംസകൾ കൈമാറി. പ്രവാചകചര്യ പിന്തുടർന്നുകൊണ്ടുള്ള പ്രധാന ആചാരമായ ബലികർമ്മങ്ങൾക്ക് ശേഷം ബന്ധുവീടുകൾ സന്ദർശിച്ചും സൗഹൃദം പുതുക്കിയും പെരുന്നാൾ വിഭവങ്ങൾ പങ്കുവച്ചും വിശ്വാസികൾ പെരുന്നാൾ ദിനം ആഘോഷമാക്കി. അമൃത ന്യൂസ്, മലപ്പുറം. ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്ക് കഴിയണമെന്ന് പാളയം ഇമാം VP ഷുഹൈബ് മൗലവി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണം. ലഹരിക്കെതിരായ പോരാട്ടങ്ങൾ തുടരണം. യുവാക്കൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാകണമെന്നും CJPയുടെ രാഷ്ട്രീയം യുവാക്കളെ ആകർഷിക്കുന്നതാണെന്നും ഇമാം പറഞ്ഞു. ആനുകാലിക വിഷയങ്ങളെ മുഴുവൻ പരാമർശിച്ചായിരുന്നു ബലിപെരുന്നാൾ ദിനത്തിലെ പാളയം ഇമാമിന്റെ സന്ദേശം. സാഹോദര്യത്തിന്റെയും അപരമത ബഹുമാനത്തിന്റെയും പ്രാധാന്യം ഇമാം ഓർമ്മിപ്പിച്ചു. മതജാതി വ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ സംഘടനാ സമുദായ ഭേദങ്ങളില്ലാതെ മുഴുവൻ മനുഷ്യർക്കുമിടയിലെ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ബലിപെരുന്നാൾ അടക്കമുള്ള നമ്മുടെ എല്ലാ ആഘോഷങ്ങളും. സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. കുട്ടികൾ സാങ്കേതികമായ അറിവിനപ്പുറം നേടിയാൽ പോരാ, അവർ മൂല്യങ്ങളെ മനസ്സിലാക്കണം. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും യുവതയെ രക്ഷിക്കണമെന്നും ഈ ഓപ്പറേഷൻ തൂഫാൻ പൂർണ്ണ വിജയമാവട്ടെയെന്നും ഇമാം പറഞ്ഞു. ലഹരിയിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിദ്യാർത്ഥി യുവജനങ്ങളെ വിമോചിപ്പിക്കാനുള്ള ഓപ്പറേഷനെ
പ്രാർത്ഥനാപൂർവം നമ്മളെ പിന്തുണക്കുകയാണ്. ലഹരിമുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള സുപ്രധാന കാൽവെപ്പാക്കി ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാനിനെ അള്ളാഹു മാറ്റുമാറാവട്ടെ. ഈ പദ്ധതിയെ പൂർണ്ണ വിജയത്തിലെത്തിക്കുമാറാവട്ടെ. വിഷുദിനത്തിലെ വിവാദ ഹോട്ടൽ പരസ്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മുടെ യുവത അരാഷ്ട്രീയരല്ല എന്ന് CJPയെ പരാമർശിച്ച് ഇമാം വ്യക്തമാക്കി. രാജ്യത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകൾ നമ്മുടെ ചെറുപ്പം ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പോലെ അരാഷ്ട്രീയ യൗവനമല്ല. അവർ സാമൂഹ്യ വിഷയങ്ങളൊന്നും അറിയാത്ത കാണാത്ത ചെറുപ്പമാണ് നമ്മുടെ ചെറുപ്പം എന്ന് ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു ചെറുപ്പമല്ല. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കാറുള്ള പെരുന്നാൾ നമസ്കാരം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പാളയം പള്ളിയിലാണ് നടത്തിയത്. പള്ളിയിലെ നമസ്കാരത്തിനു ശേഷം സ്നേഹം പങ്കുവച്ചാണ് എല്ലാവരും മടങ്ങിയത്. കാലാവസ്ഥ മോശമായതിനാൽ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും മുൻ നിശ്ചയിച്ച പോലെ ഈദ്ഗാഹുകൾ നടന്നിരുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പെരുന്നാൾ ആശംസകൾ നേരാൻ മുഖ്യമന്ത്രി പാണക്കാട്ടെത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി മുഖ്യമന്ത്രി VD സതീശൻ കൂടിക്കാഴ്ച നടത്തി. സാദിഖ് അലി തങ്ങളുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, DCC അധ്യക്ഷൻ VS ജോയി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പെരുന്നാൾ ആശംസകൾ നേർന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മതപരമായ ചടങ്ങുകളിലും ജാതിമത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് അവരാഘോഷിക്കാൻ കഴിയുന്ന, കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ കഴിയുന്ന ദിവസങ്ങളായി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ മാറണം. അതാണ് നമ്മുടെ ആഗ്രഹം. അത് കേരളത്തിൽ നടപ്പാക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. തീർച്ചയായിട്ടും ഇന്ന് വന്ന് ഈ കുടുംബത്തിൽ വന്ന് പാണക്കാട് തറവാട്ടിൽ വന്ന് ഈ ചടങ്ങിൽ ഈ പെരുന്നാളിന്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ഈ പെരുന്നാളിന്റെ ആശംസകൾ കൂടി നേരുകയാണ്. മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് സാങ്കേതികം മാത്രമെന്ന് മുനമ്പം കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അന്തിമ തീരുമാനം കോടതിയുടേതാണ്. വിഷയത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താലും കോടതി വിധി അന്തിമമാണെന്നും CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ IP ബിനു കീഴടങ്ങി. ഇതോടെ 16 പേരാണ് കേസിൽ പിടിയിലായത്. ബിനുവിനെ AR ക്യാമ്പിലേക്ക് മാറ്റി. ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട്. ദേവിക, IP ബിനു അതുപോലെ തന്നെ ആറ്റുകാൽ ഉണ്ണി ഇവരൊക്കെയായിരുന്നു ഇനി പിടികൂടാനുണ്ടായിരുന്നത്. ഇതിൽ IP ബിനു ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ്? അമ്പിളി, തീർച്ചയായും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയതിൽ വലിയ പ്രതിഷേധമാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉയർന്നത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന ED റെയ്ഡിനൊടുവിൽ ഈ ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വന്നപ്പോഴാണ് അവരുടെ വാഹന വ്യൂഹത്തിന് നേരെ വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. അതിലുള്ള 2 വാഹനങ്ങൾ ഏകദേശം ഭാഗികമായി തന്നെ അടിച്ചു തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അതിലാണ് മുൻപ് 15 പേരെ പിടികൂടിയിരുന്നു. IP ബിനുവിനെ പിടികൂടിയിരുന്നില്ല. അദ്ദേഹവും നിലവിൽ പിടിയിലായിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിലാണ് ഈ ഒരാൾ കൂടി പിടിയിലാവുന്നത്. ഇതോടെ 16 പേർ ആകെ പിടിയിലായിട്ടുണ്ട്. CPM പാളയം ലോക്കൽ സെക്രട്ടറിയാണ് IP ബിനു. അമ്പിളി, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ IP ബിനു കീഴടങ്ങി. ഇതോടെ 16 പേരാണ് ഈ കേസിൽ ഇതുവരെ പിടിയിലായിട്ടുള്ളത്. ബിനുവിനെ AR ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ ആറ്റുകാൽ ഉണ്ണി ഒപ്പം IP ബിനു ഒക്കെ ആയിരുന്നു പിടികൂടാനുണ്ടായിരുന്നത്. ഇതിൽ ഇപ്പോൾ IP ബിനു ആണ് കീഴടങ്ങിയിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് ദേവിക ചന്ദ്രൻ. തൃശ്ശൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. അമല നഗറിൽ ഓടിക്കൊണ്ടിരിക്കവേ KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയരുകയായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ ബസ് തടഞ്ഞു നിർത്തി ആളുകളെ ഇറക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീയണച്ചു. നെടുമങ്ങാട് നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ ഡീസൽ ട്യൂബ് കത്തി ഡീസൽ ചോർന്നിരുന്നു. നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി. പത്തനംതിട്ട തിരുവല്ലയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 5 പേർക്ക് പരിക്ക്. തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. തിരുനെൽവേലി സ്വദേശികളായ ബസ് ഡ്രൈവർ അശോക്, ജോൺ, നിഖിൽ ആന്റണി, ആൽബർട്ട്, ജൂഡ്, സ്റ്റെഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച പുലർച്ചെ 5:15 തുകലശ്ശേരിയിൽ വെച്ചാണ് അപകടം. എടത്വ പള്ളിയിലേക്ക് എത്തിയതായിരുന്നു തീർത്ഥാടക സംഘം. പരിക്കേറ്റവരെ തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിലും തിരുവല്ല താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു.
വനമേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള പത്തനംതിട്ട വടശ്ശേരിക്കര ടൗണിൽ കാട്ടാന ഇറങ്ങിയത് ജനങ്ങളെയും വ്യാപാരികളെയും ഭീതിയിലാഴ്ത്തി. കഴിഞ്ഞ ദിവസം രാത്രി മനോരമ ജംഗ്ഷനിലെത്തിയ ആനയെ വനംവകുപ്പ് തുരത്തിയെങ്കിലും പ്രദേശത്തെ കൃഷിയിടങ്ങളും മതിലുകളും തകർത്ത് വൻ നാശനഷ്ടമാണ് വരുത്തിയത്. വന്യമൃഗശല്യത്തിന് അധികൃതർ ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വനമേഖലകളിൽ നിന്നും ഏറെ അകലെയാണെന്ന ധൈര്യത്തിലായിരുന്നു വടശ്ശേരിക്കരയിലെ ജനങ്ങൾ. എന്നാൽ ആ ധൈര്യമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഇല്ലാതായത്. വടശ്ശേരിക്കര കുമ്പളത്താമൺ റോഡിലൂടെ സഞ്ചരിച്ച കല്ലാർ നദി മുറിച്ചു കടന്നാണ് കാട്ടാന മനോരമ ജംഗ്ഷനിലെത്തിയത്. ഇവിടെ നിന്നും മണ്ണാറക്കുളഞ്ഞി ശബരിമല ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറെ പ്രയത്നിച്ചാണ് തിരികെ ഓടിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് ടൗണിന് തൊട്ടടുത്തുള്ള മുളമൂട്ടിൽ ആനയുടെ പുരയിടത്തിൽ കാട്ടാന വൻ നാശനഷ്ടം വിതച്ചിരുന്നു. സ്ഥലം പാട്ടത്തിനടുത്ത് കേരള ബാങ്കിൽ നിന്നും കടമെടുത്ത് പുളിക്കൽ സാബു ജോസഫ് ചെയ്ത ഏത്തവാഴ കൃഷിയാണ് ആന ചവിട്ടിമതിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സാബുവിനുണ്ടായത്. ഇത് ഒളികല്ലിനപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന ആനേനെ നമ്മൾ ഇവിടുന്ന് എങ്ങനെ അവിടെ കൊണ്ടുവിടും? ഫോറസ്റ്റുകാർ ഇവിടുന്ന് 20 കിലോമീറ്റർ അകലെയുള്ള റേഞ്ച് ഓഫീസിൽ നിന്നാണ് ഇവിടെ വരാണ്ട്. ഇവിടെ റേഞ്ച് ഓഫീസുണ്ട്. ഇതിന്റെ അസിസ്റ്റന്റ് റേഞ്ച് ഓഫീസാണ് ചിറ്റാറിലുള്ളത്. പക്ഷേ അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, ഇവിടെ ഉദ്യോഗസ്ഥരില്ല, വണ്ടിയില്ല. പിന്നെ ആര് വരും? ഇതേ ദിവസം തന്നെയാണ് കടമാൻപാറ വാഴയിൽ വീട്ടിൽ വത്സമ്മയുടെ വീടിന്റെ മതിലും കാട്ടാന തകർത്തത്. വീടിനോട് ചേർന്ന് പകൽ സമയത്ത് പോലും ആനകൾ എത്തുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആന പറമ്പിലിറങ്ങിയത് നോക്കാൻ പോകുന്നതിനിടയിൽ ആന ഒടിച്ചു കളഞ്ഞ വാഴക്കച്ചിയിൽ തെന്നിവീണ് വത്സമ്മയുടെ കാലിന് പൊട്ടലേൽക്കുകയും ചെയ്തു. ഒരിക്കൽ മതിലിടിഞ്ഞു കിടക്കുന്നുണ്ട്. അന്നൊന്നും നമുക്ക് ആനയുടെ കാര്യമൊന്നും അറിയത്തില്ല, ഒരു സൈഡിലേത്. പിന്നെ അടുത്തൊരു 2 ദിവസം കഴിഞ്ഞപ്പം രാത്രി മോളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ വീടെല്ലാം കുലുങ്ങുന്നു നീരമ്മയെന്ന് പറഞ്ഞു. ഓണത്തിൽ ഞങ്ങൾ 2 പേരും താഴെ വർക്കേരിയിൽ ഇറങ്ങിയപ്പം രാത്രി നമുക്ക് കാണാം കൊമ്പ് തന്നെ, ഒരു സൈഡിൽ ഈ സൈഡിൽ കൊമ്പ്, ആ സൈഡിൽ കൊമ്പ്. നിലവിൽ പ്രദേശത്ത് കാട്ടാന സാന്നിധ്യമുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. രാത്രികാല യാത്രക്കാരും പുലർച്ചെ ജോലിക്കിറങ്ങുന്നവരും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. എങ്കിലും ഭയന്ന് വിറച്ച് എത്രനാൾ മുന്നോട്ടു പോകുമെന്നാണ് വടശ്ശേരിക്കരക്കാരുടെ ചോദ്യം. വന്യമൃഗശല്യത്തിന് എത്രയും വേഗം ഒരു ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവരുടെ ഏക ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. കരിപ്പൂരിൽ രാസലഹരി സംഘത്തിന് കൂട്ടുനിന്ന സംഭവത്തിൽ ഒരു പോലീസുകാരൻ കൂടി സസ്പെൻഷൻ. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന ഷറഫുദ്ദീനാണ് സസ്പെൻഷനിലായത്. ആരോപണത്തെ തുടർന്ന് ഇയാളെ മലപ്പുറം AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇതോടെ സംഭവത്തിൽ സസ്പെൻഷനിലായ പോലീസുകാരുടെ എണ്ണം 3ആയി. CPOമാരായ ഗോവിന്ദരാജ്, ധനേഷ് എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 40 ഗ്രാം MDMAയുമായി അന്തർസംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ 4 പേർ കരിപ്പൂർ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പോലീസുകാർ മയക്കുമരുന്ന് സംഘത്തിന് സഹായം ചെയ്യുന്ന കാര്യം കണ്ടെത്തിയത്. പാല മുത്തോലിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ചേർപ്പുങ്കൽ മുത്തോലി റൂട്ടിൽ ഇന്ത്യാർ ഫാക്ടറിക്ക് സമീപം ഉച്ചയ്ക്ക് 2:30യോടെയാണ് അപകടം. ഏറ്റുമാനൂർ ഭാഗത്തു നിന്നും വന്ന കാർ എതിരെ വന്ന ടാക്സി കാറിലിടിച്ചാണ് അപകടമുണ്ടായത്. മറ്റൊരു കാറിൽ ഇടിച്ച ശേഷമാണ് ഇന്നോവയുമായി കൂട്ടിയിടിച്ചത്. കാറുകളുടെ മുൻഭാഗം അപകടത്തിൽ തകർന്നു. മലപ്പുറം സ്വദേശികളായ രമ്യ, ബിജുമോൻ, സാന്ദ്ര എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. കോഴിക്കോട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി 45-കാരൻ പിടിയിൽ. മുഖത്താർ സ്വദേശി അബ്ദുൾ സമദാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 33 ഗ്രാം കഞ്ചാവ് പിടികൂടി. അസ്വാഭാവികമായ പെരുമാറ്റം കണ്ട് സംശയം തോന്നിയ പോലീസ് പരിശോധിച്ചപ്പോഴാണ് പ്രതിയുടെ കയ്യിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തത്. പ്രതിക്കെതിരെ ഇതിനു മുമ്പ് നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മുഖ്യമന്ത്രിയെ കണ്ട് മാമിയുടെ കുടുംബം. മാമിയെ നേരിട്ടറിയാമെന്നും മാമിയെ കണ്ടെത്താൻ അന്വേഷണം നടത്താമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നും മാമിയുടെ കുടുംബം. ക്രൈംബ്രാഞ്ചിൽ നിന്നും അന്വേഷണം മാറ്റേണ്ടതില്ലെന്നും പുതിയ സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്നും ഭാര്യ റംല പറഞ്ഞു. 2 വർഷം മുമ്പാണ് മാമിയെ കോഴിക്കോട് നഗരത്തിൽ വെച്ച് കാണാതായത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യും എന്നാണ് സാർ നമുക്ക് ഉറപ്പ് തന്നത്. ഇതിപ്പോൾ സാർ ഭരണമൊക്കെ ഒന്ന് മാറി വന്നതാണല്ലോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ അപ്പം മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഇത് ശരിയാവും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ സാറ് നമുക്ക് ഉറപ്പും തന്നിട്ടുണ്ട്. കൊല്ലം കുളത്തൂപ്പുഴയിൽ വാഹനാപകടത്തിൽ യുവതിക്ക് പരിക്ക്. കുളത്തൂപ്പുഴ സ്വദേശി അതുല്യയ്ക്കാണ് പരിക്കേറ്റത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാറാണ് യുവതിയെ ഇടിച്ചു തെറിപ്പിച്ചത്. ഓഫീസിന് സമീപം സ്കൂട്ടർ നിർത്തി നിൽക്കവെയാണ് അപകടം. കിളിമാനൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മലയോര ഹൈവേയിലായിരുന്നു അപകടം നടന്നത്.
കെനിയയിൽ ബോർഡിംഗ് സ്കൂളിൽ തീപിടുത്തം. 16 കുട്ടികൾ പൊള്ളലേറ്റ് മരിച്ചു. 74 കുട്ടികൾ ചികിത്സയിലാണ്. 220 പെൺകുട്ടികളെ പാർപ്പിച്ച ഡോർമെട്രിയിലാണ് പുലർച്ചെ തീപിടുത്തമുണ്ടായത്. കുട്ടികളെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. ഇതാണ് മരണസംഖ്യ കൂടാൻ കാരണം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കെനിയയുടെ വടക്ക് ഗിൽഗിലിൽ സ്ഥിതി ചെയ്യുന്ന ഉടുമിഷി ഗേൾസ് ഹൈസ്കൂളിലാണ് അപകടമുണ്ടായത്.